ഒരു തളർവാദ രോഗിയെ യേശുവിന്റെ അടുത്ത് 4 ആളുകൾ ചുമന്നു കൊണ്ടുവന്നു. യേശുവിന്റെ അടുത്ത് എത്താൻ സാധിക്കാത്ത വിധത്തിൽ ജനക്കൂട്ടമായിരുന്നു. അവർ വീടിന്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ കട്ടിലിൽ താഴേക്കിറക്കി. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മർക്കോസ് 2:5. ഇവിടെ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് കാണാം. മാത്രമല്ല, യേശു സമഗ്ര വിമോചനം നടത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യം അവന്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തുന്നു. പാപം മൂലം മരിച്ച ആത്മാവിനെ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അതോടെ അവനിൽ ദൈവിക ജീവൻ വീണ്ടും പ്രകാശിക്കുന്നു. അവന്റെ മനസ്സിലേക്ക് അത് പടരുന്നു. അത് അവന്റെ ശരീരത്തിലേക്കും പടരുന്നു. അപ്പോൾ അവന് രോഗശാന്തി ലഭിക്കുന്നു. ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായി പൂർണ്ണമായി നൽകാണ് എന്നത് അവിടെ പൂർത്തിയാകും. യേശു തളർവാദ രോഗിയുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രത്യുത ഈശോ പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോകുക. ഉടനെ കട്ടിലിൽ കിടത്തിക്കൊണ്ടിരുന്ന തളർവാദ രോഗി സാവധാനം അനങ്ങുന്നു. കണ്ണുകൾ ചലിക്കുന്നു, മാംസപേശികൾ നിവരുന്നു, കൈകളും കാലുകളും നീട്ടുന്നു. ഇതാ തളർവാദ രോഗി എഴുന്നേൽക്കുന്നു. ജനങ്ങൾ അത്ഭുതസ്തംഭരായി നോക്കി നിൽക്കും. അയാൾ കിടക്കയുമെടുത്ത് പുറത്തേക്ക് പോകുന്നു. ദൈവത്തിന് സ്തുതി. അതുപോലെ നമ്മൾ ആദ്യം നമ്മുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സൗജന്യമായി യേശു നൽകുന്ന പാവനം സ്വീകരിച്ച് ആദ്യം അവിടുത്തെ രാജ്യം നമ്മുടെ ആത്മാവിൽ സ്ഥാപിതമാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന് സ്തുതി.